ഈ കാണുന്ന 3 ഫിഷ് മെഡിസിനുകളെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഡോസേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര ml ഇത്ര വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ml കണക്കായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ml കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് എന്താ പറയുക ഫില്ലർ പോലെയുള്ള സംഭവങ്ങളൊന്നും അവർ തരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫില്ലറും കാര്യങ്ങളൊക്കെ വേണം. മാത്രമല്ല ഈ ഒരു മെഡിസിൻ്റെ ടോപ്പ് ഭാഗം നിങ്ങൾ കണ്ടില്ല, അത് ക്യാപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡ്രോപ്സ് പോലെയാണ്, ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇത് ml കണക്കെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ml ഡ്രോപ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ പറയാനാണ് പോകുന്നത്. അങ്ങനെ ഡ്രോപ്സിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അളവ് മാത്രം പിന്നെ അറിഞ്ഞാൽ മതി. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ടാങ്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടാങ്കിൻ്റെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം ഈ ഒരു മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ്റെ ഡോസേജ് നമുക്ക് നോക്കാം. 1 ml 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 20 ഡ്രോപ്സ് ആണ്. അങ്ങനെ 1 ml 20 ഡ്രോപ്സ് ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ 5 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഡ്രോപ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ഡ്രോപ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ കാണുന്ന മിസ്റ്റർ ബ്ലൂ അതുപോലെ തന്നെ മിസ്റ്റർ ഗ്രീൻ്റെ ഡോസേജ് ഒന്ന് നോക്കാം. നേരത്തെ കാണിച്ച മിസ്റ്റർ യെല്ലോ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ്. മീനുകളുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും രീതിയിൽ മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹീൽ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മീനുകളുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതിന് മൈൽഡ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ അതുപോലെ ആൻറ്റി പാരസൈറ്റിക് പ്രോപ്പർട്ടീസും ഉണ്ട്. അതേസമയം മിസ്റ്റർ ബ്ലൂ മിസ്റ്റർ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിലുള്ള ഇച്ച് വൈറ്റ് സ്പോട്ട് ഫംഗസിനൊക്കെ യൂസ് ചെയ്യാം. ഈ രണ്ടിനും ആൻറ്റി ഫംഗൽ ആൻറ്റി പാരസൈറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഈ മിസ്റ്റർ ഗ്രീൻ എന്ന് പറയുന്നത് മിസ്റ്റർ ബ്ലൂവിനേക്കാളും പൊട്ടൻസി കൂടിയതാണ്, കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷേ രണ്ടിൻ്റെയും ഡോസേജ് എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് 1 ml നമ്മൾ 20 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 20 ഡ്രോപ്സ് 20 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് വരുന്നത് 1 ഡ്രോപ്പാണ്. അപ്പോൾ ഈ ഓരോ മെഡിസിനുകളുടെയും ഡോസേജ് നമുക്ക് കൃത്യമായിട്ട് ഡ്രോപ്സിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി മെഡിസിനുകളുടെ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഐ ഡ്രോപ്സ് പോലെയാണ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് mlയും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടാങ്കിൻ്റെ സൈസ്, അതിൽ എത്ര വെള്ളം കൊള്ളും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു മെഡിസിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഒരു കാരണവശാലും നമ്മൾ ഓവർഡോസ് ചെയ്യാനായിട്ട് പാടില്ല. ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനുകൾക്ക് അത് ഹാംഫുൾ ആണ് അല്ലെങ്കിൽ ടോക്സിക് ആണ്. കണ്ടില്ലേ, ഇതുപോലെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഡ്രോപ്പിൻ്റെ കണക്ക് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കറൻ്റ്ലി മീനുകൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൈവശം വയ്ക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉപ്പാണ്, പിന്നെ ഈ 3 എണ്ണമാണ് മിസ്റ്റർ യെല്ലോ, മിസ്റ്റർ ബ്ലൂ, മിസ്റ്റർ ഗ്രീൻ, പിന്നെ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ആണ്. അറ്റ്ലീസ്റ്റ് ഇത്രയും സാധനങ്ങളെങ്കിലും നമ്മൾ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഭാവിയിൽ മീനുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം.